ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അകത്ത് ചീസൊക്കെ വെച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മാഗി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാമേ. അപ്പോൾ പൊടിച്ചെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാണെന്ന് തോന്നിയാൽ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് ഫൈനായിട്ട് പോകാനൊന്നും പാടില്ല. അത് നല്ല തരിതരിയായിട്ട് നമുക്ക് കിടക്കണം. അപ്പോൾ അതേപോലെ നമുക്കതൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് വെച്ച് പൊടിക്കാൻ പറ്റിയാൽ അങ്ങനെ കൈയിട്ട് നല്ലോണം പൊടിച്ചെടുത്താൽ മതി. അഥവാ കൈ കൊണ്ട് പൊടിക്കാൻ പ്രയാസമാണെന്ന് തോന്നിയാൽ മാത്രം മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ അളവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു മീഡിയം സൈസിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തോളൂ. അത് നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മാഗി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പാക്കറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതേപോലെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണേ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ നല്ലോണം അതങ്ങ് ഉടച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഉടച്ച് റെഡിയാക്കി നമ്മളൊരു ചപ്പാത്തി പരുവത്തിനൊക്കെ ഒന്ന് കുഴച്ചെടുക്കൂലേ, അപ്പം അതേപോലെ നമുക്കിത് നല്ലോണം ഒന്നങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ അകത്ത് വെക്കേണ്ട ആ ഒരു ബാറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ നല്ലോണം അങ്ങ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും സെറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൈദ ആഡ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കണ്ടല്ലോ, ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. അതായത് നമുക്ക് ഈ ചെറുതായിട്ടൊന്ന് ലൂസ് ആയിരിക്കണം, എന്നാൽ ഒരുപാട് ലൂസ് ആകാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മൈദ മാവും കൂടെ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതേപോലെ ഒന്ന് ബൗളാക്കി എടുക്കാമേ. കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടയി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഉരുളക്കിഴങ്ങ് കുറേശ്ശെ എടുത്ത് ഇതേപോലെ നമുക്കൊന്ന് റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ. അപ്പം റൗണ്ട് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചീസ് വെച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മളതിൽ ചീസ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്താലും മതിയാവേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ചീസ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്ത് ജസ്റ്റ് അതേപോലെ നമുക്ക് തിരിച്ച് അതേപോലെ ബൗളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ബൗളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മാവിൻ്റെ ബാറ്ററിലോട്ട് നമുക്കിത് മുക്കിയെടുക്കാമേ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ചീസൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങനെ നമ്മളിതാ മൈദ മാവിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാഗി പൊടിയിലോട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് അതും കൂടെ നമുക്ക് അതിൻ്റെ പുറത്തോട്ടൊന്ന് മുക്കി മൊത്തത്തിലൊന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പം ആ മുകളിലൊക്കെ മാഗിയുടെ ആ ഒരു പൊടി അങ്ങനെ റെഡിയായി കിട്ടുവേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ബൗള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് അത് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ചെയ്തെടുക്കാമേ.
അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇനി ചീസ് കയ്യിലില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്താൽ മതിയാകും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അതിനകത്തൂടെ ചീസും കൂടെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പം ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമല്ലോ. ഇനി മുളകിൻ്റെതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതിയേ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് നമ്മൾ ആഡ് ചെയ്തില്ലേ, അതൊക്കെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ ദാ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ബൗളാക്കി എടുക്കുന്നു. നമ്മൾ മൈദ മാവിലിട്ട് മുക്കിയെടുക്കുന്നു. നമ്മൾ എന്താണ് മാഗിയിലെ പൊടിയിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഒന്ന് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഇതേപോലെ ഒന്ന് ബൗളാക്കി എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് എന്താണ്, ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇതിട്ട് നമ്മളൊന്ന് എന്താണ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. വൈകുന്നേരം ഈവനിങ്ങിനൊരു ചായക്കടി, നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായക്കടി ആയിരിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. പിന്നെ എരിവിന്റെ അളവ് നിങ്ങൾ മറന്നു പോകരുത്. കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ രണ്ടാമത്തെ ബൗൾ ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് അതേപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇട്ടതിന് ശേഷം ഞാൻ ദാ ഇവിടെ ഓരോ ബൗളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇട്ടേക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഓരോ സൈഡായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നിറം ഒന്ന് മങ്ങി വരുന്ന സമയത്ത് നമുക്ക് മാറ്റാമേ. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ചീസൊക്കെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നമ്മൾ മാഗിയൊക്കെ കിട്ടുന്ന സമയത്ത് എന്താണ് ഒരു കുറച്ച് മാഗി ഒന്ന് മാറ്റി വെച്ചത് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ദാ മാഗി ബോണ്ട എന്ന് പറഞ്ഞ് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ദാ ഇവിടെ കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷെ അകം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതാ കണ്ടല്ലോ, പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റും ആണ്. നമ്മളൊന്ന് പൊളിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കണ്ടല്ലോ, ചീസൊക്കെ കണ്ടല്ലോ, ചീസെല്ലാം നല്ല മെൽറ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് റെസിപ്പിയാണ്. പിന്നെ മാഗി മസാലയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം.